ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇറ്റ്സ് മീ ആൻഡ് കേശു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴമാണല്ലേ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെസഹ ദിനാശംസകൾ. ഇന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹാപ്പമാണ്. എങ്ങനെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഒരു പെസഹാപ്പം ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് തേങ്ങ ചിരകിയത് വേണം. പിന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര, ഒരു 1/2 സ്പൂൺ ഈസ്റ്റ്, പിന്നെ 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. 2 ഗ്ലാസ് അരിപ്പൊടിയിൽ തന്നെ നമുക്ക് 2 പ്രാവശ്യം വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ പെസഹാപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 4 സ്പൂണ് അരിപ്പൊടി നമുക്ക് അടുപ്പിൽ വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുക. കുറുക്കിയതിന് ശേഷം അത് കുറുകി വരുന്ന സമയത്ത് അത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് അത് തണുക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. തണുത്ത ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഈ പറഞ്ഞതുപോലെ 2 കപ്പ് അരിപ്പൊടി, 2 കപ്പ് തേങ്ങ, 2 കപ്പ് അരിപ്പൊടിക്ക് ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യേണ്ട വെള്ളം എന്ന് പറയുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. എനിക്ക് 2 ഗ്ലാസ് വെള്ളം മാത്രമേ ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത് എനിക്ക് 2 ഗ്ലാസ് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാരയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മധുരം കുറവായിരുന്നു ആദ്യം ഉണ്ടാക്കിയ അപ്പത്തിന്. അപ്പോൾ രണ്ടാമത് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര കൂടി ഞാൻ പൊടിച്ച് ഈ സമയത്ത് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഫെർമെൻ്റ് ആയ സമയത്താണ് ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 മുതൽ 8 മണിക്കൂറാണ് ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരേണ്ട സമയം. അപ്പോൾ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എന്ത് ഫ്ലേവറാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഇഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവിയിൽ ഇത് വേവിച്ചെടുക്കുക. നല്ല അടിപൊളി സൂപ്പറായിട്ട് വട്ടയപ്പം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പെസഹാപ്പം വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്. അതുപോലെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മധുരവും ഷുഗറും ഒക്കെ കുറയ്ക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആദ്യം ഉപയോഗിച്ച 1/2 ഗ്ലാസ് പഞ്ചസാര തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നോക്കിയാൽ എത്ര സ്പോഞ്ചാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.